Welcome to Blessing Today. Blessing Today-യിലേക്ക് സ്വാഗതം. Today I believe the Lord is going to do something big, something good in your life. ഇന്ന് കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So stay in expectancy. അതുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുക. And today we'll be again talking about another aspect of Jesus' uniqueness. ഇന്ന് യേശു കർത്താവിന്റെ നിസ്തുല്യതയെക്കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കാൻ പോകുകയാണ്. Jesus' uniqueness in his mission. യേശു കർത്താവിന്റെ ദൗത്യത്തിലുള്ള നിസ്തുല്യത, അതാണ് ചിന്തിക്കാൻ പോകുന്നത്. So this is going to bless so many people. അത് ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരാൻ പോകുകയാണ്. So you can forward the link of this message to many people. ഈ സന്ദേശത്തിന്റെ ലിങ്ക് ഒത്തിരി പേർക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. Okay, let's pray for the sponsors. ഈ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ദുബായിൽ നിന്ന് സുനന്ദ നായരാണ്. Thank you so much, Sunantha Nair. ഇന്ന് കൊച്ചുമകൻ യദു കൃഷ്ണന്റെ ജന്മദിനം കൂടിയാണ്. Many happy returns of the day, Yadu Krishnan. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നീ നൽകിയ എല്ലാ നന്മകൾക്കും അങ്ങേ ഉയർത്തുന്നു. അപ്പോൾ തന്നെ യദു കൃഷ്ണൻ നന്നായി പഠിക്കുവാനും ദൈവ പൈതലായി നല്ല ആരോഗ്യത്തോടെ വളരുവാനും മക്കളും അതുപോലെ മകളുടെ കുടുംബവും ദൈവിക നന്മകളെ പ്രാപിക്കുവാനും നല്ല ആരോഗ്യത്തിനായി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ കരിനാഗപ്പള്ളിയിൽ നിന്ന് ബബിതയാണ്. Thank you so much, Babita. കർത്താവെ, ജോലി ലഭിച്ചതിന്റെ നന്ദി സൂചകമായിട്ട് ഇത് സമർപ്പിച്ചിരിക്കുമ്പോൾ കർത്താവെ, തന്റെ ചുണ്ടിലുള്ള വെള്ളപ്പാട് പൂർണ്ണമായി മാറുന്നതിനും ദൈവഹിത പ്രകാരമുള്ള വിവാഹം നടക്കുവാനും സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴിവാതിലുകളെ അങ്ങ് തുറക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much, sponsors. എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായി നന്ദി. Let us worship the Lord with Blessing Today choir. ബ്ലെസ്സിംഗ് ടുഡേ കോയറിനോട് കൂടെ ചേർന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ വീട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഇനി വായ്പ വാങ്ങുവാൻ ഇടവരികയില്ല, നീ വായ്പ വാങ്ങുകയില്ല, പകരം നീ വായ്പ കൊടുക്കുന്ന വ്യക്തിയായിത്തീരും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. ആമേൻ. ഈ ദൈവത്തെ കരങ്ങളടിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി സ്തുതിക്കാം. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ഒരിക്കൽ കൂടെ ചേർന്ന് പാടാമോ? വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ എന്റെ ദൈവം ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടിയാലും ഒരിക്കൽ കൂടെ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും. Okay, today we are going to discuss on Jesus' uniqueness in his mission on earth. ഇന്ന് യേശു കർത്താവിന്റെ ഭൂമിയിലുള്ള തന്റെ ദൗത്യത്തിന്റെ മേലുള്ള നിസ്തുല്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. I want to announce today that Jesus Christ is the greatest missionary ever lived on earth. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഒരു മിഷണറി യേശു ക്രിസ്തു ആയിരുന്നു എന്നുള്ളത് ഞാൻ പൊതുവെ ഇവിടെ അനൗൺസ് ചെയ്യട്ടെ. A missionary is a person who leaves his own country, his own environment, his own culture
and going to another place and adapted, and he himself gets adapted to their language, their culture, and everything, and there he lives for them. That is a missionary. ഒരു മിഷണറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തിൽ, സ്വന്തം സംസ്കാരത്തിൽ, സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ ജീവിച്ചു വരുന്ന ഒരു വ്യക്തി മറ്റൊരു രാജ്യത്തേക്ക് ചെന്നിട്ട്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടുത്തെ സംസ്കാരങ്ങളും അവിടുത്തെ രീതികളും അവിടുത്തെ ഭാഷകളും എല്ലാം സ്വായത്തമാക്കി അതിനോട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മിഷണറി എന്ന് വിളിക്കുന്നത്. Jesus is the greatest missionary because he left heaven, that world, and he came to this earth, and he adapted himself to the environment on earth, here in earth, and he lived for us and he died for us. ഓർക്കുക, യേശു കർത്താവ് സ്വർഗം എന്ന് പറയുന്ന തൻ്റെ സ്ഥലം വിട്ടിട്ട് അവൻ ഈ താണലോകത്തിലേക്ക് വന്ന് ഈ താണലോകത്തിനനുസരിച്ച് അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഈ സംസ്കാരത്തിലേക്കും ഈ രീതികളിലേക്കും താൻ എത്തിച്ചേർന്ന് ഇവിടെ നമുക്ക് വേണ്ടി ജീവിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. And Jesus is said to be the only one missionary who traveled the most distance. അതുമാത്രമല്ല, ഏറ്റവും അധികം ദൂരം യാത്ര ചെയ്ത മിഷണറി എന്ന പേരിൽ അറിയപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. Because he traveled from heaven to earth. കാരണം അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമി വരെ യാത്ര ചെയ്തു വന്നവനാണ്. Usually missionaries leave India, they go to North India or they go to Africa or some other nations. സാധാരണയായിട്ട് മിഷണറിമാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോകുന്നു. ഇതൊക്കെയാണ് സാധാരണ നടക്കാറുള്ളത്. But Jesus left heaven and came to this earth. എന്നാൽ യേശു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. And he had a mission. അവന് ഒരു ദൗത്യമുണ്ടായിരുന്നു. Mahatma Gandhi had a mission. മഹാത്മാഗാന്ധിക്ക് ഒരു ദൗത്യമുണ്ടായിരുന്നു. Florence Nightingale had a mission. ഫ്ലോറൻസ് നൈറ്റിംഗലിന് ഒരു മിഷൻ ഉണ്ടായിരുന്നു. Moses had a mission. മോശയ്ക്ക് ഒരു ദൗത്യമുണ്ടായിരുന്നു. Samson had a mission. ശിംശോന് ഒരു David ദൗത്യമുണ്ടായിരുന്നു. had a mission. ദാവീദിന് ഒരു But ദൗത്യമുണ്ടായിരുന്നു. Jesus' mission is unique. എന്നാൽ യേശുവിന്റെ ദൗത്യം അത് നിസ്തുല്യമായിട്ടുള്ളതാണ്. At least 2 missions that were impossible was made possible by the Lord കുറഞ്ഞത് Jesus. അസാധ്യമായ 2 ദൗത്യങ്ങളെങ്കിലും യേശു കർത്താവ് സാധ്യമാക്കി തീർത്തു. Number 1, man's redemption. ഒന്നാമത്തേത് മനുഷ്യന്റെ വീണ്ടെടുപ്പ്. It was the mission impossible for everyone. എല്ലാവർക്കും അസാധ്യമായിരുന്ന ഒരു ദൗത്യമായിരുന്നു അത്. Let's read Psalm 49. ഇനിയിപ്പോൾ സങ്കീർത്തനത്തിലേക്ക് വരിക. അതിന്റെ 49-ാം അധ്യായത്തിലേക്ക് വന്നാലും verses 7 to 9. അതിന്റെ 7 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. No one can redeem the life of another or give to God a ransom for them. The ransom for a life is costly. No payment is ever enough, so that they live on forever and not see decay. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് Yes. അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധിക്കുകയില്ല. This is called the mission impossible. ഇതിനെയാണ് അസാധ്യമായ ദൗത്യം എന്ന് പറയുന്നത്. No human beings can redeem another man's life. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തെ വീണ്ടെടുക്കുവാൻ സാധ്യമല്ല. Because the mortality of this man will hinder the redemption of another mortal. കാരണം മനുഷ്യന്റെ മർത്യത എന്ന് പറയുന്ന സ്വഭാവം അത് മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ, അവരെ വീണ്ടെടുക്കുവാനായിട്ട് അസാധ്യമായി തീരുകയാണ്. And no one can give a ransom for a life to God. അതുമാത്രമല്ല, ദൈവത്തിന് മറുവിലയായി കൊടുക്കുവാൻ ആർക്കും തന്നെ സാധ്യവുമല്ല. And no payment is good enough. അതുമാത്രമല്ല, അതിന് ഒരു വിലയും അതിന് തികയുമില്ല. But coming to 1 Timothy എന്നാൽ 1 തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് വന്നാലും chapter 2 verses 4 to 6. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം. There we read, who wants all men to be saved and to come to a knowledge of the truth. For there is one God and one mediator between God and men, the man Christ Jesus, who gave himself as a ransom for all men. The testimony, who gave himself as a ransom for all men. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. Yes. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. Yes. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. So it is very clear here, Jesus gave himself as a ransom
for the redemption of man. ഇവിടെ വളരെ വ്യക്തമാണ്, യേശു കർത്താവ് മനുഷ്യന് വേണ്ടി തന്നെ ഒരു മറുവിലയായി താൻ കൊടുത്തു. What do you understand? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? The mission that was impossible was made possible by the Lord Jesus. അസാധ്യമായിരുന്ന ദൗത്യത്തെ യേശു കർത്താവിനാൽ അത് സാധ്യമാക്കി തീർത്തു. So in 1 Peter chapter 1 and verse number 18, ഇനി 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വന്നാലും അതിന്റെ 18-ാമത്തെ വചനം, it clearly says that silver or gold could not become a ransom for man's life. അവിടെ പറഞ്ഞിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ കാര്യങ്ങൾക്ക് മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. And when we read Hebrew 10:1, ഇനി ഇപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 1-ാമത്തെ വചനം വായിച്ചാൽ, the law could not redeem man. ന്യായപ്രമാണത്തിനും മനുഷ്യനെ വീണ്ടെടുക്കാൻ സാധിച്ചില്ല. Hebrews 9 and verse number 9, എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 9-ാമത്തെ വചനം, animal sacrifices could not redeem man. മൃഗങ്ങളുടെ യാഗങ്ങൾക്കും മനുഷ്യനെ വീണ്ടെടുക്കാൻ So സാധിച്ചില്ല. even today there is no meaning in sacrificing animals. അതുകൊണ്ട് ഇന്ന് മൃഗങ്ങളെ യാഗമർപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. Hebrews 10 and verse number 4 says, എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനം, the animal blood could not redeem man. അതുപോലെ മൃഗങ്ങളുടെ രക്തത്തിനും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സാധ്യമല്ല. Hebrews chapter 7 verse number 11, എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനം, the Levitical priesthood could not redeem man. അതുപോലെ തന്നെ ലേവ്യന്മാരുടെ പൗരോഹിത്യ വംശത്തിനും മനുഷ്യന്റെ വീണ്ടെടുപ്പ് അസാധ്യമായി തീർന്നു. Generally speaking, no religion, no observance, no priesthood can redeem man. പൊതുവിൽ പറഞ്ഞാൽ ഒരു മതത്തിനോ ഒരു ആചാരങ്ങൾക്കോ പൗരോഹിത്യ വർഗത്തിനോ ഒന്നിനും തന്നെ മനുഷ്യനെ വീണ്ടെടുക്കാൻ സാധ്യമല്ല. Man's good deeds cannot redeem man. അതുപോലെ തന്നെ മനുഷ്യന്റെ നല്ല പ്രവൃത്തികൾക്കും ആ മനുഷ്യനെ വീണ്ടെടുക്കാൻ സാധ്യമല്ല. Different kinds of baptisms cannot redeem man. വ്യത്യസ്തമായ സ്നാനങ്ങൾക്ക് മനുഷ്യനെ വീണ്ടെടുക്കാൻ സാധ്യമല്ല. Visiting shrines cannot save any man. അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് കൊണ്ട് മനുഷ്യന് വീണ്ടെടുപ്പ് അസാധ്യമാണ്. Nothing, absolutely nothing can redeem a man. മനുഷ്യനെ വീണ്ടെടുക്കാൻ ഒന്നിനും സാധ്യമേ ആവുകയില്ല. So the first thing that Jesus made possible, the mission impossible that was made possible, was the redemption of man. അതുകൊണ്ട് ആദ്യത്തേത്, അതായത് അസാധ്യമായിരുന്ന ഒരു ദൗത്യത്തെ സാധ്യമാക്കി തീർത്ത യേശുവിന്റെ ആദ്യത്തെ പ്രവൃത്തി എന്നുള്ളത് മനുഷ്യന്റെ വീണ്ടെടുപ്പായിരുന്നു. The second is breaking of the seal. രണ്ടാമത്തേത് മുദ്രയെ പൊട്ടിക്കുക എന്നുള്ളതാണ്. That we can read in Revelation chapter 5 verse number 1 to 5. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്ന വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളിലാണ്. Now this is John the apostle. He was taken up to heaven, and in heaven he is seeing a lot of things. ഇതിപ്പോൾ യോഹന്നാൻ അപ്പസ്തോലൻ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗ്ഗത്തിലുള്ള പല കാര്യങ്ങളും താൻ കാണുന്നുണ്ട്. Then I saw in the right hand of him who sat on the throne a scroll with writing on both sides and sealed with 7 seals. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. And I saw a mighty angel proclaiming in a loud voice, who is worthy to break the seals and open the scroll? ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. But no one in heaven or on earth or under the earth could open the scroll or even look inside it. പുസ്തകം തുറപ്പാനോ അതിലേക്ക് നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. Meaning another mission impossible. അത് ഇവിടെ കാണുന്ന മറ്റൊരു അസാധ്യമായ ദൗത്യത്തെ കുറിച്ചാണ് പറയുന്നത്. Angels are not able to do this. ഇവിടെ ദൂതന്മാർക്ക് അത് ചെയ്യാൻ The സാധിക്കുന്നില്ല. 4 living creatures are not able to do this. അതുപോലെ 4 ജീവികൾക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുന്നില്ല. The 24 elders could not do this. 24 മൂപ്പന്മാർക്ക് ഇത് ചെയ്യാൻ The സാധിക്കുന്നില്ല. seraphim, the cherubim could not do this. സറാഫുകൾക്കും കെരൂബുകൾക്കും ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല. Nobody could do this. ആർക്കും തന്നെ ഇത് പൊട്ടിക്കുവാൻ സാധിക്കുന്നില്ല. So what happens? Verse number 4, I wept and wept because no one was found who was worthy to open the scroll and look inside. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. Then one of the elders said to me, do not weep. See, the Lion of the tribe of Judah, the Root of David, has triumphed.
He is able to open the scroll and its 7 seals. 5-ാമത്തെ വചനം, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. Shout hallelujah. Hallelujah. So our Lord Jesus makes all impossible missions possible. നമ്മുടെ യേശു കർത്താവ് എല്ലാ അസാധ്യമായ ദൗത്യത്തെയും സാധ്യമാക്കി തീർത്തു. Do you have any mission impossible in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ അസാധ്യമായ ചില ദൗത്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? You can join with Jesus and you can make it possible. നിങ്ങൾക്ക് യേശുവിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിനെ സാധ്യമാക്കി തീർക്കാൻ സാധിക്കും. Hallelujah. Hallelujah. Now, coming to his mission on earth. അവന്റെ ഭൂമിയിലുള്ള ദൗത്യത്തിലേക്ക് നമുക്കിനി വരാം. Mission also includes his ministry on earth. ആ ദൗത്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള അവന്റെ ശുശ്രൂഷയും ഉൾപ്പെടുന്നതായിരുന്നു. So when he was on earth, love and compassion was flowing through his ministry. അവൻ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് സ്നേഹവും മനസ്സലിവും അവന്റെ ശുശ്രൂഷയിലൂടെ പുറത്തു വന്നുകൊണ്ടിരുന്നു. Even now, as you're watching this program, the love and compassion of the Lord Jesus is flowing to you. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ സ്നേഹവും മനസ്സലിവും ഇതാ ഈ നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Unusual miracles took place all throughout his ministry. അവന്റെ ശുശ്രൂഷയിൽ ഉടനീളം അസാധാരണമായിട്ടുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചു. See, Moses, the Old Testament prophets, many of them had performed miracles. പഴയ നിയമത്തിൽ മോശ തുടങ്ങിയുള്ള ഒത്തിരി പ്രവാചകന്മാരും ഒത്തിരി അത്ഭുതങ്ങൾ അവർ ജനത്തിന് മുൻപാകെ ചെയ്തവരാണ്. But the miracles performed by the Lord Jesus was so unique. എന്നാൽ യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് അതെല്ലാം നിസ്തുല്യമായ അത്ഭുതങ്ങളാണ്. Hallelujah. Hallelujah. And he would do the miracles only when the Father commanded him or when the Father asked him to do so. അവൻ അത്ഭുതങ്ങളെല്ലാം ചെയ്തത് തന്റെ പിതാവ് തന്നോട് ആജ്ഞാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൽപ്പിച്ചിട്ടുള്ള സമയത്ത് മാത്രമാണ്. When Satan demanded, he did not do. സാത്താൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ ചെയ്തതേയില്ല. When the criticizers demanded, he wouldn't show any sign. അതുപോലെ തന്നെ വിമർശിക്കുന്നവർ ആവശ്യപ്പെട്ടപ്പോഴും അവൻ അത് ചെയ്തില്ല. Okay, what was Jesus's ministry on earth? ഈ ഭൂമിയിലുള്ള യേശുവിന്റെ ശുശ്രൂഷകൾ എന്തെല്ലാമായിരുന്നു? What was his life's mission? അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിന്റെ ദൗത്യം എന്തായിരുന്നു? I'm going to give you a list now. ഞാൻ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. You can quickly write them down. ഇതെല്ലാം നിങ്ങൾക്ക് വേഗത്തിൽ എഴുതിയെടുക്കാം. Number 1, Luke 19 and verse number 10. ഒന്നാമത്തെ ലൂക്കോസ് 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം. For the Son of Man came to seek and to save the lost. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനത്രേ. So when Jesus lived on earth, he had very specific mission. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവന് വ്യക്തമായ ദൗത്യം എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. Number 2, he came to save us from sins. രണ്ടാമതായിട്ട് പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാനായിട്ടാണ് അവൻ കടന്നു വന്നത്. This is mentioned in Matthew chapter 1 verse number 21. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വചനത്തിലാണ് അത് പരാമർശിച്ചിരിക്കുന്നത്. Hallelujah. Hallelujah. He came to save us from all our sins. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ ഇവിടെ വന്നത്. So when we are struggling in sins, always remember there is a savior. എല്ലായ്പ്പോഴും പാപത്തിന്റെ കാര്യത്തിൽ നാം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഓർക്കുക ഈ പാപത്തിൽ നമ്മെ രക്ഷിക്കുന്ന ഒരു രക്ഷകൻ. Number 3, he came to call sinners to repentance. മൂന്നാമതായിട്ട് അവൻ പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിച്ചു. Matthew 9 and verse number 13. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാമത്തെ വചനം. So always whenever people came to Jesus, sinners, when they came to Jesus, they had a feeling of repentance. എപ്പോഴൊക്കെ യേശുവിന്റെ അടുക്കലേക്ക് പാപികളായിട്ടുള്ളവർ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഒരു മാനസാന്തരത്തിന്റെ ഒരു അവസ്ഥ ഉളവായിട്ടുണ്ട്. Even now when we get closer to Jesus through listening to the word, meditating the word, or through worship or through prayer, immediately the sense of repentance will come upon us. ഇതുപോലെ തന്നെ ഇന്നും യേശുവിനോട് കൂടുതൽ അടുക്കുമ്പോൾ, വചനങ്ങൾ വായിക്കുമ്പോൾ, അതിനെ ധ്യാനിക്കുമ്പോൾ, പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മാനസാന്തരത്തിനുള്ള ഒരു അവസ്ഥ നമ്മുടെ അകത്ത് ഉരുവാവുകയാണ്. Hallelujah. Hallelujah. Coming to Matthew chapter 10. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വന്നാലും And there we read from verse 34 to 36. അവിടെ 34 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ He says,
I have come to bring division and not peace. അവിടെ പറയുന്നത് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു, സമാധാനത്തിന് വേണ്ടിയിട്ടല്ല. But he brought peace into this world. Now, why is this contradiction here? നമുക്ക് എല്ലാവർക്കും അറിയാം സമാധാനപുത്രനായി സമാധാനം കൊണ്ടുവരാൻ വേണ്ടി വന്നവനാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിരോധാഭാസം ഇവിടെ ഉള്ളത്? This is about the problems that can rise up in a house on account of him. അതിന്റെ അർത്ഥം അവന്റെ പേരിൽ ഭവനങ്ങൾക്കകത്ത് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൊട്ടിപ്പുറപ്പെടാം. For example, a family of 5 people. ഉദാഹരണമായിട്ട് ഒരു കുടുംബത്തിലെ 5 അംഗങ്ങൾ, and one daughter in that family is getting saved. ഇപ്പോൾ ആ കുടുംബത്തിലെ ഒരു മകൾ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. And when she goes back and when they see the changes, when she is falling madly in love with the Lord Jesus, the others can misunderstand her. അവൾ യേശുവുമായിട്ടുള്ള വളരെ ആഴമേറിയ സ്നേഹബന്ധത്തിലായി കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റാതെയായി. Always reading the Bible, എല്ലായ്പ്പോഴും ബൈബിൾ വായിക്കുന്നു, always praying, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നു, always closing the door and talking to God. എല്ലായ്പ്പോഴും വാതിലടച്ചിരുന്ന് ദൈവത്തോട് She സംസാരിക്കുന്നു. has become very spiritual. ഇവൾ വളരെ ആത്മീകമായ ഒരു The സ്ത്രീയായി other കഴിഞ്ഞു. members of the family may be divided on account of her behavior, born again behavior, and that can cause division in that house. എന്നാൽ മറ്റുള്ള കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങൾ ഇപ്പോൾ ഇവളുടെ ഈ ഒരു വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ഈ ഒരു അവസ്ഥ, തന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസം കൊണ്ട് ഭവനങ്ങൾക്കകത്ത് ഭിന്നതകൾ ഉണ്ടാക്കുന്നു. If you're going through such situation in your own family, that is normal. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ് എന്ന് We മനസ്സിലാക്കുക. have gone through that. ഞങ്ങളും ഇതുപോലെ കടന്നു പോയിട്ടുണ്ട്. That is not a problem. That is normal. അത് ഒരു പ്രശ്നമേ അല്ല, അത് നോർമൽ ആയിട്ടുള്ള ഒരു So കാര്യമാണ്. in that sense, Jesus is saying, I have come to this world to bring division in houses. ഈ ഒരു രീതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ഭവനത്തിനകത്തേക്ക് കടന്നു വന്നിട്ടുള്ള സമാധാനത്തിന് വേണ്ടിയിട്ടല്ല, പകരം പിളർപ്പിന് വേണ്ടിയിട്ടാണ്. Matthew 11, verse number 28 to 30. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. He says he came to give rest to the burdened people, heavy laden people. അധ്വാനിക്കുന്നവർക്ക് വിശ്രാമം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് താൻ വന്നിരിക്കുന്നത്. So if you are burdened in your life, he came to this world to give you rest. ഇതുപോലെ നിങ്ങൾ ഭാരം വഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് വിശ്രാമം നൽകുവാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. Hallelujah. ഹല്ലേലൂയ. Now Luke 9 and verse number 56. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 56-ാമത്തെ വചനം. He came to save us from destruction. അവൻ നാശത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കടന്നു വന്നിട്ടുള്ളത്. Hallelujah. ഹല്ലേലൂയ. Matthew 26 verse number 28. മത്തായിയുടെ സുവിശേഷം 26-28. He says he came to make a new covenant for us. അവൻ ഒരു പുതിയ ഉടമ്പടി നമ്മോടുകൂടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കടന്നു He വന്നത്. changed the old covenant and he gave us a new covenant. അവൻ പഴയ ഉടമ്പടിയെ മാറ്റിയിട്ട് അവൻ നമുക്ക് പുതിയ ഒരു ഉടമ്പടിയെ പ്രദാനം ചെയ്തിരിക്കുകയാണ്. John 12 verse number 27. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 27-ാമത്തെ He വചനം. came to suffer for men. അവൻ മനുഷ്യന് വേണ്ടി കഷ്ടത അനുഭവിക്കുവാനായി കടന്നു വന്നു. And 1 Timothy chapter 2 verse number 6. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനം. He came to become a ransom for men. മനുഷ്യന് മറുവിലയാകുവാൻ വേണ്ടി അവൻ കടന്നു വന്നു. Luke chapter 4 and verse number 18. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനം. He came to preach the good news, to heal and to deliver. സുവിശേഷം പ്രസംഗിക്കുവാനും സൗഖ്യമാക്കുവാനും വിടുവിക്കുവാനും അവൻ വന്നു. John chapter 3 verse number 16 to 18. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വേദവചനങ്ങൾ. He declared he came to save the world and not to condemn it. അവൻ ഈ ലോകത്തെ രക്ഷിപ്പാനാണ്, വിധിപ്പാനല്ല വന്നിരിക്കുന്നത് എന്നവിടെ നമുക്ക് കാണാം. Hallelujah. Hallelujah. On and on there are many mission points for Jesus. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള അനേക മിഷൻ പോയിന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. God willing, we will continue this study next week also. ദൈവം അനുവദിച്ചാൽ ഈ ഒരു സ്റ്റഡി നമ്മൾ അടുത്ത ആഴ്ചയിലും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. Hope you are enjoying this study. ഈ സ്റ്റഡി എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. And I would like to know how you are blessed through the study
on the Son of God. ദൈവപുത്രൻ എന്ന് പറയുന്ന ഈ സ്റ്റഡി നിങ്ങൾക്ക് എത്രത്തോളം അനുഗ്രഹമായി എന്നുള്ളത് അറിയാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. Once the program is over, you can go to the comment section and put your comments. ഈ പ്രോഗ്രാം തീർന്നതിന് ശേഷം കമന്റ് സെക്ഷനിലേക്ക് പോയി നിങ്ങളുടെ കമന്റുകൾ ദയവായി ടൈപ്പ് Or you can write to me directly. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇത് അയച്ചു തരാൻ You can call up the prayer line. നിങ്ങൾക്ക് പ്രയർ ലൈനിൽ വിളിക്കാൻ സാധിക്കും. And you can share your testimonies. അതുപോലെ തന്നെ നിങ്ങളുടെ ടെസ്റ്റിമണി നിങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കുവാൻ സാധിക്കും. Let's listen to one testimony now. ഇപ്പോൾ നമുക്ക് ഒരു ടെസ്റ്റിമണി ഈ സമയത്ത് കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം. ബ്രദർ, എൻ്റെ പേര് ശൈലജ. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്ത് ശ്രീകാര്യ. എനിക്ക് ഒരു രോഗസൗഖ്യം കിട്ടി. എൻ്റെ സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. എൻ്റെ വായ്ക്കകത്ത് താഴ്വശത്ത് കൂടെ ഒരു തടുപ്പ് പോലെ വരുമായിരുന്നു. ആ വേദന, ആ നല്ല വേദനയായിരിക്കും. ആ വേദന കഴുത്തിലോട്ടും ഒക്കെ വ്യാപിക്കും. ഭക്ഷണം കഴിക്കാനും പറ്റില്ല, പല്ല് തേക്കാനും പറ്റത്തില്ല. അങ്ങനെ ആകെ പ്രയാസമായിരിക്കും. ഞാൻ ഇത് എൻ്റെ ബന്ധുക്കളടുത്തും എൻ്റെ വീട്ടിൽ ആരോടും ഒന്നും പറഞ്ഞില്ല. ഞാൻ തനിയെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എൻ്റെ പ്രാർത്ഥനാ ഡയറിയിൽ രോഗസൗഖ്യത്തിനുള്ള പ്രാർത്ഥന എപ്പോഴും അത് ചൊല്ലുമായിരുന്നു. എങ്കിലും എനിക്ക് ഉള്ളിലൊരു ഭയമായിരുന്നു, ഇതെന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതെന്നൊരു ടെൻഷനും ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഈ മാസം 27-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ദിവസം ബ്ലെസ്സിങ് സെൻ്ററിൽ നിന്ന് ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് സിസ്റ്റർ ചോദിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് സിസ്റ്റർ വിളിച്ചത്. എന്നോട് ആ സിസ്റ്റർ ചോദിച്ചു, എന്തെങ്കിലും വിഷയമുണ്ടോ സിസ്റ്റർ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഈ അസുഖത്തിൻ്റെ കാര്യം ആ സിസ്റ്ററോട് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് വിഷമിക്കേണ്ട, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ സിസ്റ്റർ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച്, ഞാനും സിസ്റ്ററിൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ തന്നെ എനിക്ക് ആ വേദനയുള്ള ഭാഗത്ത് എന്തോ ഒരു തണുപ്പ്, നല്ലൊരു തണുപ്പ് തോന്നി ബ്രദർ. ആ തണുപ്പും തോന്നി. പിന്നെ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു കാറ്റിങ്ങനെ അടിക്കുന്നു ചെറുതായിട്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം തോന്നി. എനിക്ക് ആ സമയം പെട്ടെന്ന് കരച്ചിൽ വന്നു. ഞാനും ആ സിസ്റ്ററിൻ്റെ കൂടെ ചേർന്ന് കരഞ്ഞ് തന്നെ പ്രാർത്ഥിച്ച്. പക്ഷേ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കരച്ചിലായിരുന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രിയായപ്പോൾ തന്നെ എനിക്ക് ആ വേദന നല്ല കുറവായിട്ട് തോന്നി. ഇന്നിപ്പോൾ നോക്കിയപ്പം എനിക്ക് അവിടെ വേദനയുമില്ല, ആ തടുപ്പും ശേഷമില്ല. എൻ്റെ ദൈവം എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് എൻ്റെ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നന്ദി അപ്പാ, നന്ദി 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 അപ്പാ, നന്ദി, സ്തോത്രം. That was her birthday, and somebody from Blessing Today called her to pray for her. അന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ആരോ ഒരാൾ ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്ന് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ വിളിച്ചു. Usually that is a custom for us. Usually the prayer ministers from Blessing Today will call the sponsors and partners on their birthdays. സാധാരണ ബ്ലെസ്സിംഗ് ടുഡേയിലുള്ള ഒരു രീതിയാണ് സ്പോൺസേഴ്സും പാർട്ട്നേഴ്സുമായിട്ടുള്ള അവരുടെ ബർത്ത്ഡേ ഇവിടെ റെക്കോർഡഡ് ആണെങ്കിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. So last 27th that person prayed for her over the phone and she was healed. 27-ാം തീയതി ഇതുപോലെ തന്നെ നമ്മുടെ ശുശ്രൂഷകർ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ആ മകൾക്ക് സൗഖ്യം കൊടുത്തു. Thank you for all the prayer ministers. എല്ലാ പ്രാർത്ഥനാ സഹായികളോടുമുള്ള ശുശ്രൂഷകരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. Hallelujah. Hallelujah. Lord can do the same thing on your life also. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഇതേ കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യും. Would you just stretch forth your hands? ഇപ്പോൾ കൈകളൊന്ന് നീട്ടിപ്പിടിക്കാമോ? We are going to pray. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Father, I pray for these precious children of God. കർത്താവേ, ഈ മക്കൾക്കായി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. Right now, Father, let your power come upon them. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ ശക്തി ഇവരുടെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് Let പ്രാർത്ഥിക്കുന്നു. people, those who are addicted to smoking or drinking or any other drugs, let them be set free now in Jesus name. അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ പുകവലിക്കോ മദ്യപാനത്തിനോ അടിമകളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഉപേക്ഷിക്കുമെന്ന് തീരുമാനിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ അഴിഞ്ഞ് ഇപ്പോൾ തന്നെ സ്വാതന്ത്ര്യവും വിടുതലും അവർക്കുണ്ടാകട്ടെ. All kinds of allergies be healed in Jesus name. എല്ലാ തരത്തിലുള്ള അലർജികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. Thank you, Father. Lord, release your signs and wonders and miraculous deeds. കർത്താവേ, ഇപ്പോൾ തന്നെ അങ്ങയുടെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവർത്തികളുടെയും പ്രവർത്തികളെ അങ്ങ് വെളിപ്പെടുത്തണമേ. COVID-19 be healed in Jesus name. COVID-19 ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. Thank you, Father. നന്ദി And പിതാവേ. somebody afflicted by hernia, the Lord is healing now. അതുപോലെ തന്നെ ഹെർണിയുടെ അസുഖമുള്ള ഏതോ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. Spondylosis is getting healed in Jesus name. സ്പോണ്ടിലോസിസ് ഇപ്പോൾ അസ്ഥി തേയ്മാനം സംഭവിക്കുന്നത് ഇപ്പോൾ സൗഖ്യമാവുകയാണ്. Thank you, Father. നന്ദി പിതാവേ. You can receive
any deliverance right now. ഈ സമയത്ത് ഏത് വിടുതലുകളും വേണമെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കത് സ്വീകരിക്കാൻ സാധിക്കും. Thank you, Lord, for blessing your people. കർത്താവേ, അങ്ങയുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനായി In നന്ദി. Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. Tomorrow we'll meet again during the services. നാളെ നമ്മൾ വീണ്ടും ഈ സർവീസിൽ കണ്ടുമുട്ടും. And Monday onwards, we will be meeting again for this Blessing Today program. എന്നാൽ തിങ്കളാഴ്ച മുതൽ വീണ്ടും ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച്. God bless you all. See you again. Bye-bye. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.